ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരിമാരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നുവല്ലോ. നമ്മൾ 4 പോയിന്റ് കണ്ടു. 5-ാമതായിട്ട് ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യിരെമ്യാവ് 23-29 വാക്യമാണ്. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രാവശ്യം കൂടെ വായിക്കട്ടെ. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയാണ്, ഈ വചനം ഒരു തീ പോലെയാണ് എന്നുള്ളത്. തീ പോലെ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരെ നശിപ്പിക്കാനായിട്ട് സാധിക്കും, നമ്മളെ തന്നെ നശിപ്പിക്കുവാനായിട്ടും അത് ഇടയായിട്ട് തീരും. നമ്മുടെ കൈവശം വചനമുണ്ടെങ്കിൽ നമ്മളെ നശിപ്പിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ശത്രു നമ്മുടെ അടുത്ത് വന്നാലും, നമ്മുടെ സഹോദരൻ എന്ന് പറയുന്നവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നാലും, വചനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളെ സംരക്ഷിക്കുവാനും നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനും ഈ വചനത്തിന് സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ജീവിതത്തിലുള്ള മുറിയെ പറ്റുന്നതായിട്ടുള്ള പാപങ്ങളെ ചുറ്റിക പോലെ തകർക്കുവാനായിട്ട്, ചുറ്റുകൊണ്ട് തകർത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പാറയൊക്കെ പൊട്ടിക്കുമ്പോൾ അത് പൊട്ടാത്തത് വരുമ്പോൾ ചുറ്റിക എടുത്ത് അടിച്ച് പൊട്ടിക്കുന്നതായിട്ട് കാണാം. ഒരു ആണി തറയ്ക്കാൻ വേണ്ടി പോലും അത് ചുറ്റികൊണ്ടാണ് ഒക്കത്തുള്ളൂ, അല്ലാതെ മറ്റുള്ള സാധനങ്ങൾ എടുത്താൽ അത് പൊട്ടത്തില്ല. ഈ മുറിയെ പറ്റിയിരിക്കുന്ന ചില നമ്മുടെ പാപങ്ങളുണ്ട്. അത് വലിയ പാപങ്ങളൊന്നും അല്ല, അസൂയ പോലെയുള്ള പാപമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ള ടെൻഡൻസിയുള്ള ആ പാപങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏത് സമയവും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്ന ഒരു സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ അത്യാഗ്രഹമായിരിക്കാം, പണക്കൊതിയായിരിക്കാം, ദ്രവ്യാഗ്രഹമായിരിക്കാം, വിഗ്രഹാരാധനയായിരിക്കാം, ഇമ്മൊറാലിറ്റി ആയിരിക്കാം, അങ്ങനെ പല സെക്സ്വാലിറ്റി ആയിരിക്കും. ഇങ്ങനെ പല രീതിയിലുള്ള മുറിയെ പറ്റിയിരിക്കുന്നതായിട്ട് ഓരോരുത്തരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഓരോ തരത്തിലുള്ള പാപങ്ങളാണ് അവർക്ക് മുറിയെ പറ്റിയിരിക്കുന്നതായിട്ട് ഉള്ളത്. അപ്പോൾ അത് അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറ്റുക, എന്ന് രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ മകളായിട്ട് തീർന്നു, അതുകൊണ്ട് നാളെ മുതൽ എന്റെ ജീവിതത്തിൽ ഒരു പാപവും വന്നുകൂടുകയില്ല, ഞാൻ ഒരു ജീവിതത്തിലും പാപത്തിൽ അകപ്പെടുകയില്ല എന്നുള്ളത് എന്ന് വിചാരിച്ചിരുന്നാൽ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ചില മുറിയെ പറ്റുന്നതായിട്ടുള്ള, ആദാമിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ചില നേച്ചർ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെ തല്ലി തകർക്കുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ തല്ലി തകർത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് വിജയകരമായിട്ട് ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുവാനും ദൈവത്തിന് പ്രസാദമുള്ളതായിട്ട് ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അത് ചുറ്റികയാണെന്ന്. അപ്പോൾ ഈ ചുറ്റിക കൊണ്ട് തകരാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ചുറ്റിക ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ മുറിയെ പറ്റിയിരിക്കുന്നതായിട്ടുള്ള ജഡത്തിൻ്റെതായിട്ടുള്ള എല്ലാ പാപങ്ങളെയും അത് തകർത്തിട്ട് കർത്താവിന് പ്രസാദമുള്ള ഒരു പാത്രമായിട്ട് നമുക്ക് തീരുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് നമ്മളെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നല്ല പാത്രം എടുത്ത് മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ചീത്ത പാത്രം കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പാത്രം, നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള ഈ ജീവിതം, ഈ ശരീരം, അത് നല്ലതായിട്ട് സൂക്ഷിക്കണമെങ്കിൽ അതിന് ചുറ്റിക ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ചുറ്റിക ഉപയോഗിച്ചുകൊണ്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ദൈവവചനമാകുന്ന ചുറ്റിക നമ്മൾക്ക് അത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ, അത് നമ്മൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ ചുറ്റിക ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-23 വാക്യത്തില് കാണുവാനായിട്ട് സാധിക്കും. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ദൈവവചനം നമ്മളിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ദൈവം നമ്മളോടുകൂടെ വാസം ചെയ്യും. നമുക്ക് എല്ലാവർക്കും ദൈവം വാസം ചെയ്യുന്നത്, നമ്മളെല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ദൈവം എന്നോടുകൂടെ ഞാൻ ദൈവത്തോടു കൂടെ എന്നുള്ള അവസ്ഥ. ദൈവം എന്നെ സ്നേഹിക്കും. ദൈവത്തിന്റെ സ്നേഹം, മാനുഷിക സ്നേഹങ്ങളെല്ലാം മാറിപ്പോയാലും ദൈവിക സ്നേഹം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ എന്നുള്ളത് നമ്മൾക്ക് ഓർക്കുവാൻ പോലും സാധിക്കില്ല. ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, വചനം നമ്മൾ പ്രമാണിക്കുവാണെങ്കിൽ, വചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കും. മാത്രമല്ല, ദൈവം നമ്മളോടുകൂടെ, കർത്താവായ യേശുക്രിസ്തുവും പിതാവായ ദൈവവും പുത്രനായ യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും ദൈവവും നമ്മളോടുകൂടെ വാസം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ
ഇത് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ കണ്ടു വചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. ഒന്നാമതായിട്ട് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുക, വചനം കാലിന് ദീപവും, രണ്ടാമതായിട്ട് വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്, മൂന്നാമതായിട്ട് വചനം ജീവനുള്ള ഇരുവായ്ത്തലയുള്ള വാളാണ് എന്ന് നമ്മൾ കണ്ടു, നാലാമതായിട്ട് അത് കണ്ണാടിയാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു, അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ ജീവിതത്തിലുള്ള അശുദ്ധി മാറ്റുവാനായിട്ട് ഉപയോഗിക്കുന്ന അത് തീ പോലെയും ചുറ്റിക പോലെയുമാണെന്ന് കണ്ടു, ആറാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വചനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് നമ്മളോടുകൂടെ വസിക്കും. അങ്ങനെ കർത്താവ് നമ്മളോടുകൂടെ വസിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ കാണാതെയായി. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടു എന്ന് നമ്മൾ വചനത്തിൽ നിന്ന് വായിക്കുന്നു. അതെ, നമ്മുടെ ജീവിതത്തിലും ഈ ഹാനോക്കിനെ പോലെ തന്നെ നമുക്ക് ദൈവത്തോടുകൂടെ നടന്ന് നമ്മുടെ ജീവിതം അവസാനിക്കുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.